നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. നിലവിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷയായ കെ രത്നകുമാരി UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെ പരാജയപ്പെടുത്തിയാണ് പ്രസിഡന്റായത്. തെരഞ്ഞെടുപ്പിൽ കോടതി ജാമ്യ വ്യവസ്ഥയിലെ ഉപാധികൾ കാരണം PP ദിവ്യ വിട്ടുനിന്നു. വോട്ടാണ് എണ്ണപ്പെട്ടത്. രണ്ടാമത്തെ കാൻഡിഡേറ്റാണ് ശ്രീമതി ജൂബിലി ചാക്കോയ്ക്ക് ഡിവിഷൻ 6 മെമ്പർ. അദ്ദേഹത്തിന് 7 വോട്ടാണ് കൗണ്ട് ചെയ്യപ്പെട്ടത്. അതിനാൽ ഇവിടെ കൂടുതൽ വോട്ട് നേടിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ രത്നകുമാരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. LDFന് 16 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFന് 7 വോട്ടുകളാണ് ലഭിച്ചത്. പ്രസിഡന്റായിരുന്ന PP ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കണ്ണൂർ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ 1-ാം പ്രതിയായതിനെ തുടർന്നാണ് PP ദിവ്യ രാജിവെച്ചത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോടതി ജാമ്യ വ്യവസ്ഥയിലെ ഉപാധികൾ കാരണം PP ദിവ്യ വിട്ടുനിന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുതിയ പ്രസിഡന്റിനെ ഹാരമണിയിച്ചു അഭിനന്ദിച്ചു. LDF നേതാക്കളായ MV ജയരാജൻ, M സുരേന്ദ്രൻ, CP സന്തോഷ് കുമാർ, K സുരേശൻ എന്നിവർ രത്നകുമാരിയെ ഷാളണിയിച്ച് അഭിനന്ദിച്ചു. കളക്ടർ അരുൺ K വിജയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ മുഖ്യ വരണാധികാരിയായി. ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ. ഭരണസമിതി അംഗങ്ങളെല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത്. ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ്. ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങളടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. വിറ്റ്നസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.